അയ്യോ ഹായ്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി ചോക്ലേറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് കരുതി. ഇത് മുഴുവൻ ജപ്പാൻ ചോക്ലേറ്റ് ആണ്. എന്റെ ഏട്ടൻ ഇപ്പൊ ജപ്പാനിലാണ്. അവൻ ലീവിന് വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് ചോക്ലേറ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താന്ന് കരുതിയ. അപ്പൊ എങ്ങനെയാ കണ്ടാലോ? നമുക്ക് ഈ ഫസ്റ്റ് ഈ ഗ്രീൻ കളറിലെ ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് പരിചയപ്പെടാം. ഇത് പോക്കിയുടെ ബിസ്ക്കറ്റ് സ്റ്റിക് ചോക്ലേറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ജപ്പാനിലെ ഉജി മാച്ച എന്ന് പറഞ്ഞ ഗ്രീൻ ടീയുടെ ഫ്ലേവറിൽ അടങ്ങിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കൂടിയാണ്. ഇങ്ങനെ ഗ്രീൻ ടീയിലൊക്കെ വരുന്ന ചോക്ലേറ്റ് ഒക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാനാണ്. നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഈ രണ്ട് ചോക്ലേറ്റ് ഞാൻ പരിചയപ്പെടുത്താം. അപ്പൊ ഈ ചോക്ലേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് ക്രഞ്ചി ആയിട്ടും ഒരു ഭാഗത്ത് സ്മൂത്തി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഈ ചോക്ലേറ്റിന്റെ അത് കൂടുതലായിട്ട് കൊക്കുവാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ഒരു ടേസ്റ്റ്. ആ ഡാർക്ക് ചോക്ലേറ്റുമായിട്ട് ഇനി ഒരു ബന്ധമില്ല. ഇതിന്റെ വെച്ചാൽ ഈ ഒരു ചോക്ലേറ്റ് നല്ല കടുത്ത ചോക്ലേറ്റിന്റെ ഒരു ടേസ്റ്റ് ആണ്. ഇതിന്റെ ഒരു വെറൈറ്റി ചോക്ലേറ്റ് ടേസ്റ്റ് തന്നെ ഇതിന് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നോർമൽ ചോക്ലേറ്റ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൊക്കെ ഉണ്ടാവും. അതുപോലെ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കും ഒന്നുമില്ല. അതായത് ഈ ഒരു ചോക്ലേറ്റിന്റെ സെയിം ഇതിൽ വരുന്ന ചോക്ലേറ്റ് ആണ്. പക്ഷെ ഇതൊരു സ്ട്രോബെറി ഫ്ലേവറിൽ വരുന്ന ഒരു ചോക്ലേറ്റ് ആണ്. ബാക്കിയെല്ലാം സെയിം ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചോക്ലേറ്റ് ആണ്. ഇതൊരു പ്രീമിയം ഗാന ചോക്ലേറ്റ് എന്നാണ് ഇതിന്റെ മേലെ ഉള്ളത്. ഇത് ഗ്രീൻ ടീന്റെ ഫ്ലേവർ, ഇത് സ്ട്രോബെറിന്റെ ഫ്ലേവർ ആണ് വരുന്നത്. നെക്സ്റ്റ് ഇതാ നമ്മൾ ഈ ഒരു കിറ്റ്കാറ്റ് ആണ്. നമ്മളിത് കാണുമ്പോൾ നോർമൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന കിറ്റ്കാറ്റ് ആണ് കരുതല്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മളെ ജപ്പാനിലെ മാച്ച എന്ന് പറഞ്ഞ ഗ്രീൻ ടീയുടെ ഫ്ലേവറിൽ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ്കാറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബിസ്ക്കറ്റ് ആയിട്ടാണ്. ഇത് ബർബന്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ്. പക്ഷെങ്കിൽ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചു തന്നത്. ഇതിന്റെ അത് നമ്മുടെ ഒറിജിനൽ ഗ്രീൻ ടീന്റെ ടേസ്റ്റ് ഇല്ലേ, അത് തന്നെയാണ് ഇത്. ആ ഒരു പച്ചില ഇലേന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അത് നന്നായിട്ട് അറിയാൻ. നമുക്ക് നെക്സ്റ്റ് ഈ പ്രീമിയം ഗാന ചോക്ലേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഒന്ന് ആ ഒരു പോക്കിന്റെ ഗ്രീൻ ടീ നമ്മളൊന്ന് ഓപ്പൺ ആക്കി ടേസ്റ്റ് നോക്കി. അതുകൊണ്ട് ഇത് നമുക്ക് നോക്കണ്ട. ഇതും വരുന്നത് ഗ്രീൻ ടീന്റെ ഫ്ലേവർ. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്ട്രോബെറി ഫ്ലേവറിന്റെ നമുക്ക് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഉള്ളിൽ സ്ട്രോബെറി വരുന്നത് പക്ക ഒറിജിനൽ സ്ട്രോബെറിന്റെ ടേസ്റ്റ് തന്നെ. അത് നമ്മൾ സ്ട്രോബെറി കഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പ് ഉണ്ടാവുമല്ലോ, ആ പുളിപ്പ് ഇതിൽ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ടാണ് ഉള്ളത് ചോക്ലേറ്റ്. നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല. ഇത് കഴിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ബിസ്ക്കറ്റാണ് വരുന്നത്. അപ്പൊ നമുക്ക് പുറമെ അതിന്റെ ഒരു സ്മൂത്ത് ആയിട്ട് അലിഞ്ഞു പോകാൻ ചെയ്യുന്നുണ്ട്. ഉള്ളിൽ ആ ക്രഞ്ചിനെസ് അറിയാനുണ്ട്. അടിപൊളിയാ. നമുക്ക് ഈ ഒരു കിറ്റ്കാറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. കിറ്റ്കാറ്റിന്റെ ആ ഒരു പാക്കിംഗ് പോലെ തന്നെയാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കിറ്റ്കാറ്റിന്റെ. ഇത് നമ്മളെ കിറ്റ്കാറ്റ് ഗ്രീൻ ടീ ചോക്ലേറ്റ് ആണ്. ഇതും നമ്മൾ നേരത്തെ കഴിച്ച പോക്കിയില്ലേ, പോക്കി ചോക്ലേറ്റിന്റെ സെയിം പോലെ തന്നെ ഉണ്ട്. അതായത് ആ പച്ച ഇലേന്റെ ഒരു ഫ്ലേവർ, ഗ്രീൻ ടീന്റെ ഫ്ലേവർ എടുത്ത് കാണിക്കുന്ന അതിന്റെ അടിയിൽ സാധാരണ നമ്മുടെ കിറ്റ്കാറ്റ് ചോക്ലേറ്റിന്റെ ഫ്ലേവർ. അടിപൊളിയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ഇവിടെ രണ്ട് ബിസ്ക്കറ്റിന്റെ ഇടയിൽ ഇങ്ങനെ ചോക്ലേറ്റിന്റെ ഫ്ലേവർ അങ്ങനെയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ആണ്. ആ ബിസ്ക്കറ്റിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ചോക്ലേറ്റിന്റെ ഒരു കോട്ടിങ് നല്ല കട്ടിക്കുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നാമത് ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ബിസ്ക്കറ്റിന്റെ കൂടെ ഈ ചോക്ലേറ്റും വരുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയില്ല, അടിപൊളിയാണ്. അപ്പൊ ഇത്രയും വെറൈറ്റി ചോക്ലേറ്റ് ആണ് ഏട്ടൻ കൊണ്ടുവന്നത്. അപ്പൊ ഇതുപോലത്തെ ജപ്പാനിലെ വെറൈറ്റി ചോക്ലേറ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനും ജീവിതത്തിൽ ജപ്പാനിലെ ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതിപ്പോ ഏട്ടൻ ജപ്പാനിൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ചോക്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പൊ എന്തായാലും ഇതുകൊണ്ട് തന്നെ ഏട്ടന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഓക്കെ, ബൈ.